ഇനി ഗൃഹസന്ദർശനത്തിന് പോകുമ്പോഴേ ഒരു കാര്യം ഓർത്താൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. അതായത് ഈ പാത്രം കഴുകുന്ന വിം പോലെയുള്ള ഈ വാഷിംഗ് പൗഡർ എന്തെങ്കിലും ഇടുപ്പില് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പാത്രം കഴിയുകൊണ്ട് തുടച്ചു വൃത്തിയാക്കാനുള്ള തുണിയും അരയിൽ കെട്ടിയാക്കണം. അപ്പൊ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി മാറ്റാൻ പറ്റും. ജോലി പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. അങ്ങനെ സമയം ലാഭിച്ചാൽ കൂടുതൽ വീടുകളിൽ കയറാനും കൂടുതൽ പാത്രങ്ങൾ കഴുകാനും സാധിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതിന്റെ സമയമൊക്കെ നോക്കി കൃത്യമായിട്ട് ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പാത്രം കഴുകലിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? വേവിച്ചായന് പിണറായി വിജയനോടൊന്ന് പറഞ്ഞാൽ മതി, ഈ സർക്കാരൊന്ന് നന്നാവാൻ പറ. പിണറായി വിജയന്റെയും കൂട്ടരുടെയും ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒന്ന് അവസാനിപ്പിക്കാൻ പറ. സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരോട് ആളുകളെ പ്രകോപിപ്പിക്കാതെ നാവ് വായിലിടാൻ പറ. കൂടുതൽ സംസാരിക്കണ്ട എന്നൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ ഉപദേശിക്ക്. അങ്ങ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണല്ലോ. അങ്ങനെ ചെയ്താൽ മാത്രം മതി. അതിന് പകരം ഇങ്ങനെ ഊര് തണ്ടി നടക്കേണ്ട, വീട് തണ്ടി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പറഞ്ഞ തിരുത്തലുകളൊന്നും നടത്തുന്നില്ലെങ്കിൽ വെറുതെ വീട് കയറിയിട്ടോ പാത്രം കഴുകിയിട്ടോ ഒരു പ്രയോജനവും